ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ കൊണ്ടുള്ളൊരു ഉപ്മാവാണ്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് നിലക്കടലയും കുറച്ച് കറിവേപ്പില, 2 വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഒരു സവാള, 2 പച്ചമുളകാണ്. ഇതെല്ലാം എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസിലോട്ടൊരു പാൻ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകിടുക. അതെല്ലാം ആയതിനു ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കടലയും ഉള്ളിയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതെല്ലാം നന്നായി ഫ്രൈ ആയതിനു ശേഷം നമ്മളിവിടെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി അതിലോട്ട് ഇടുക. അതെല്ലാം ഇട്ട് തക്കാളിയെല്ലാം നന്നായിട്ട് ഉടയുന്നതിനായി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് തക്കാളിയെല്ലാം ഉടച്ചെടുക്കുക. അതെല്ലാം ഉടച്ചെടുത്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതെല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിവിടെ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ച് അതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതെല്ലാം ഇളക്കി കൊടുത്ത് അപ്പോഴത്തേക്കും നമ്മൾക്ക് ഇവിടെ നേരത്തെ തന്നെ ഞാനൊരു ബൗളിലോട്ട് ആവശ്യത്തിന് അവലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബൗളിൽ അവലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊരു 4 പേർക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അതിലോട്ട് നമുക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഗ്യാസിലോട്ട് വെച്ചിരിക്കുന്ന ആ മസാലയിലോട്ട് ഈ അവൽ എല്ലാം അതിലോട്ട് നന്നായിട്ട് കുറച്ച് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ്. സ്വല്പം വെള്ളവും ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയെല്ലാം ചേർത്ത് ടേസ്റ്റി അവൽ ഉപ്പുമാവ് റെഡിയാക്കാവുന്നതാണ്.